നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 8 ആരംഭിക്കുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മാത്യു കുഴൽനാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ച UDF വനിതാ സംഘടനകൾ. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന രേഖയും വിതരണം ചെയ്തു. NDA 2020 സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മൂവാറ്റുപുഴ നഗരസഭ, വാളകം, മുളവൂർ എന്നിവിടങ്ങളിലാണ് കൺവെൻഷൻ നടത്തിയത്. നെല്ലാട് ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവോത്സവം സമാപിച്ചു. വ്യാഴാഴ്ച ആരംഭിച്ച ഉത്സവത്തിനാണ് സമാപനമായത്. മുളിക്കല്ല് ബൈപ്പാസ് നിർമ്മാണ പദ്ധതി 1 വർഷം കൊണ്ട് പൂർത്തിയാകും. മണ്ഡലത്തിലെ ഒരു പ്രധാന പദ്ധതി കൂടി യാഥാർത്ഥ്യത്തിലേക്കെന്ന് MLA. കാവക്കാട് കനാലിൽ വീണ വയോധിക മരിച്ചു. കാവക്കാട് ഭവാനിയാണ് മരിച്ചത്. പോത്താനിക്കാട് കനാൽ ഭാഗത്തുനിന്നും ബുധനാഴ്ച 3:30 മൃതദേഹം കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. മാത്യു കുഴൽനാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് UDF വനിതാ സംഘടനകൾ. കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF വനിതാ സംഘടനകൾ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി UDWF പ്രവർത്തകർ വോട്ട് തേടി. കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പ്രചരണാർത്ഥം ഇന്ന് മഹിളാ കോൺഗ്രസ് ഇവിടെ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. കടകൾ കയറി അദ്ദേഹത്തിന് വേണ്ടി വോട്ടുകൾ അഭ്യർത്ഥിക്കുവാനായി. ഒരു സംശയവും വേണ്ട, ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ, കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനോടെ ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് ജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ 5 വർഷം അദ്ദേഹം ഈ നിയോജകമണ്ഡലത്തിന് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് കോതമംഗലംകാരായ ഞങ്ങൾക്കും അറിയാം. എന്തായാലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിനെ വിമർശിക്കുന്ന, യാതൊന്നും ചെയ്തിട്ടില്ല 5 വർഷം എന്ന് പറയുന്ന ആളുകൾ ഇവിടെ പലരുണ്ട്. ഇതൊരു മത്സരമല്ലേ? ആ മത്സരത്തിൽ എങ്ങനെ സ്ഥാനാർത്ഥികളെ താഴ്ത്തിക്കെട്ടാമോ അതേ രീതിയിലുള്ള പ്രക്രിയകളും പ്രവർത്തനങ്ങളും പറച്ചിലുകളും ഉണ്ടാകും. അതൊന്നും നമുക്ക് കൂട്ടാക്കേണ്ട. നിങ്ങളുടെ കൈകളിൽ ശ്രീ മാത്യു കുഴൽനാടന്റെ ഭാവി അല്ലെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. മൂവാറ്റുപുഴ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച് PO ജംഗ്ഷൻ, കച്ചേരിത്താഴം, BOC, വെള്ളൂർക്കുന്നം മാർക്കറ്റ്, 1 വേ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ച് UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ ഉറപ്പിച്ചു. മാത്യു കുഴൽനാടൻ മണ്ഡലത്തിൽ നടത്തിയ വികസന രേഖയും വിതരണം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി എൽദോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ, KM സലീം, ഹാജി PS സലീം, PP എൽദോസ്, സാബു ജോൺ, നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി, KA അബ്ദുൽ സലാം, രാജലക്ഷ്മി കറുമാത്ത്, സൽമ മൂസ, സുലേഖ മക്കാർ, ഷൈല അബ്ദുള്ള, സീനത്ത് അസീസ്, ഷാൻഡി എബ്രഹാം, ആശ ജിമി, രജിത P, ബിന്ദു ഗോപി, അലക്സി സ്കറിയ എന്നിവർ പ്രസംഗിച്ചു. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. 2020 NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മൂവാറ്റുപുഴ നഗരസഭ, വാളകം, മുളവൂർ എന്നിവിടങ്ങളിലാണ് NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടത്തിയത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലം 2020 NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മൂവാറ്റുപുഴ നഗരസഭ, വാളകം, മുളവൂർ NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടത്തി. മൂവാറ്റുപുഴ നഗരസഭാ കൺവെൻഷൻ BJP വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് ബിനുകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യം സകല രംഗത്തും മുൻപോട്ട് കുതിക്കുമ്പോൾ ആ കുതിപ്പിനൊപ്പം പോകാതെ കിതയ്ക്കുന്ന ഒരു സംസ്ഥാനമാണ്
കേരളം എന്നതുണ്ട്. BJP മുനിസിപ്പൽ പ്രസിഡന്റ് KA അജി അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ BJP മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് T ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മാർച്ച് മാസം 30-ാം തീയതി നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ ഇലക്ഷൻ കൺവെൻഷനാണ്. അത് മേള ഓഡിറ്റോറിയത്തിലാണ് ബഹുമാനപ്പെട്ട 2020 സ്റ്റേറ്റ് കോർഡിനേറ്റർ സാബു M ജേക്കബും കേന്ദ്ര മന്ത്രിസഭയുടെ മന്ത്രിമാരും പങ്കെടുക്കുന്ന വലിയ ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. NDA വാളകം കൺവെൻഷൻ NDA നിയോജക മണ്ഡലം ഇലക്ഷൻ കൺവീനർ സെബാസ്റ്റ്യൻ മാത്യു, മുളവൂർ മേഖലാ കൺവെൻഷൻ BJP OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് AS ബിജുമോൻ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ചെയർമാൻ VK അശോകൻ, മുളവൂർ മേഖല NDA ചെയർമാൻ പ്രവീൺ എന്നിവർ അധ്യക്ഷത വഹിച്ചു. വിൽസൺ, KK അജീഷ് കുമാർ, CP ചന്ദ്രശേഖരൻ, B രമേശ്, രാജേഷ് മാന്തോട്ടം, മനോജ് ജയകൃഷ്ണൻ നായർ, രാജശ്രീ രാജു, സെബാസ്റ്റ്യൻ മാത്യു, KP തങ്കക്കുട്ടൻ, അഡ്വക്കേറ്റ് ചാൾസ് പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നെല്ലാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപിച്ചു. തന്ത്രി മുഖ്യൻ പുലിയന്നൂർ മന ബ്രഹ്മശ്രീ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്തിൽ തൃക്കൊടിയേറ്റ് നടത്തപ്പെട്ടത്. നെല്ലാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ആറാട്ടോടെ ഇന്ന് സമാപിക്കും. വ്യാഴാഴ്ച തന്ത്രിമുഖ്യൻ പുലിയന്നൂർ മന ബ്രഹ്മശ്രീ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുക്കൊടിയേറ്റ് നടന്ന ഉത്സവത്തിന്റെ 6ാം ദിവസമായ മാർച്ച് 24-ന് ഉത്സവ ബലിദർശനം നടന്നു. ബുധനാഴ്ച നടന്ന പകൽപൂരം നെല്ലാട് കവലയിലെ ആൽമര ചവിട്ടിൽ നിന്നും ചോറ്റാനിക്കര നന്ദപ്പൻ മാരാരുടെ പ്രമാണത്തിൽ 40-ൽ പരം കലാകാരന്മാർ അണിനിരന്ന മേജർ സെറ്റ് പഞ്ചവാദ്യത്തിന്റെയും താരപ്പൊലിയുടെയും ദൃശ്യകലയുടെയും അകമ്പടിയോടുകൂടി ഗജവീരൻ ചിറക്കൽ ശ്രീ പരമേശ്വരൻ തിടമ്പേറ്റി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ പുരോഹിതർ മംഗള ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. തുടർന്ന് ദീപാരാധന, കൈകുട്ടിക്കളി, വലിയ വിളക്ക്, പള്ളിവേട്ട എന്നിവ നടന്നു. ഇന്ന് രാവിലെ 7:30-ന് കൊടിയിറക്കിയതിനു ശേഷം ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടന്നു. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആറാട്ടുവരവ് നടന്നു. 25 കലശാഭിഷേകത്തിനു ശേഷം ഉച്ചയ്ക്ക് മഹാപ്രസാദ ഊട്ടോടെ ഉത്സവത്തിന് സമാപനം കുറിക്കും. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മുറിക്കലിലെ ബൈപ്പാസ് പദ്ധതി നിർമ്മാണം 1 വർഷം കൊണ്ട് പൂർത്തിയാക്കും. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നിർമ്മാണം തുടങ്ങിയ മുറിക്കല് ബൈപ്പാസ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കും. മൂവാറ്റുപുഴ മണ്ഡലത്തിലെ ഒരു പ്രധാന പദ്ധതി കൂടി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് പദ്ധതി പ്രദേശം സന്ദർശിച്ച മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. MCS Hospital, we take care of your health. LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ പ്രതിപക്ഷം നുണപ്രചാരണവും വിവാദങ്ങളും സൃഷ്ടിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ പ്രതിപക്ഷം നുണപ്രചാരണവും വിവാദങ്ങളും സൃഷ്ടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശനപരമായി അവതരിപ്പിക്കാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. മന്ത്രിമാർക്കെതിരെ എഴുതിക്കൊടുത്ത ഒറ്റ ആക്ഷേപവും ഉന്നയിക്കാനായില്ല. സർക്കാരിനെ എതിർക്കാൻ കഴിയാത്തതിനാലാണ് നുണകളും വിവാദങ്ങളും അഭയം തേടുന്നത്. കോതമംഗലത്ത് LDF സ്ഥാനാർത്ഥി ആന്റണി ജോണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാരിന്റെ എല്ലാ മേഖലകളിലും വൻ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. BJPയുടെ B ടീമായാണ് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുവരെ വിദ്യാഭ്യാസ മേഖലയിൽ പുറകോട്ട് പോയിക്കൂട, ആരോഗ്യ മേഖലയിൽ പുറകോട്ട് പോയിക്കൂട, കേരളത്തിലെ പശ്ചാത്തല വികസനത്തിൽ പുറകോട്ട് പോയിക്കൂട. ഒരുപാട് കാര്യങ്ങൾ അപ്പോഴേക്കും നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നാട്ടുകൾ നിൽക്കുന്നു.
ഇതൊന്നും പുറകോട്ട് പോയിക്കൂടാതെ ജനങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് കേരളത്തിൻ്റെതായ ചരിത്രം തിരുത്തി LDFിന് തുടർഭരണം സമ്മാനിക്കുന്നത്. ആ തുടർഭരണത്തിന്റെ ഭാഗമായി ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. ഇപ്പോ ആധുനിക കാലത്തിന് ചേർന്നതിലുള്ള വികാസം പ്രാപിച്ച നാടായി കേരളം മാറി. വികസനത്തെ കുറിച്ച് നാം മുന്നോട്ട് സങ്കല്പമുണ്ട്. അത് സർവകലാസ്പർശിയും സാമൂഹിക ലക്ഷ്യവുമായ വികസനമെന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PD ബെന്നി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി ആന്റണി ജോൺ, CPIM ജില്ലാ സെക്രട്ടറി S സതീഷ്, CPI ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി EK ശിവൻ, LDF നേതാക്കളായ ഗോപി കോട്ടമുറിക്കൽ, R അനിൽകുമാർ, ഷാജി മുഹമ്മദ്, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, ജോണി നെല്ലൂർ, AV മാണി, PK രാജേഷ്, KA ജോയ്, AA അൻഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. കാവക്കാട് കനാലിൽ വീണ വയോധിക മരിച്ചു. കാവക്കാട് പെരുക്ക് കൂവത്തൊട്ടിയിൽ പരേതനായ തങ്കപ്പന്റെ ഭാര്യ ഭവാനിയാണ് മരിച്ചത്. വീടിനടുത്തുള്ള കനാലിൽ കാലുവഴുതി വീണെന്നാണ് കരുതപ്പെടുന്നത്. പോത്താനിക്കാട് കനാൽ ഭാഗത്തുനിന്ന് ബുധനാഴ്ച 3:30യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. FCC ലൂർദുമാത ഭവനാംഗമായ സിസ്റ്റർ പെരീഷ FCC 93 നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 9:30 വാഴപ്പള്ളി ഈസ്റ്റ് മഠത്തിൽ നടത്തപ്പെടും. പരേത വാഴക്കുളം ചെറുപറമ്പിൽ പരേതരായ ജോസഫ് അന്നക്കുട്ടി ദമ്പതികളുടെ മകളാണ്. പരേത ഉടുമ്പന്നൂർ, നെയ്യശ്ശേരി, വെളിയച്ചാൽ എന്നിവിടങ്ങളിൽ ദീർഘകാലം അധ്യാപിക, മതാധ്യാപിക, സുപ്പീരിയർ എന്നീ നിലകളിലും, തൊടുപുഴ സ്റ്റഡി ഹൌസ്, തെനങ്കുന്ന്, ഏഴല്ലൂർ, കല്ലൂർക്കാട്, പൈങ്ങോട്ടൂർ, കുളപ്പുറം, ഞായപ്പള്ളി എന്നീ ഭവനങ്ങളിൽ ജൂനിയർ മിസ്ട്രസ്, ലോക്കൽ കൗൺസിലർ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് സ്റ്റേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.